കുളത്തൂപ്പുഴ ഒരു തോട്ടം മുതലാളിയുടെ വീട്ടിലാണ് അലീനയ്ക്ക് ജോലി ശരിയാക്കിയിരിക്കുന്നതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. അലീന ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഇതത്ര നല്ലതായി തോന്നുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഇത് ശരിയാവുകയാണെങ്കിൽ ഇതിനേക്കാൾ നിനക്ക് സേഫായിട്ടുള്ള ഒരിടം വേറെ ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം, 2 ദിവസം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. മാമച്ചനെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അലീന പറഞ്ഞപ്പോൾ ബാലേന്ദ്രമേനോൻ പറഞ്ഞു, വേണ്ട, നിന്നെ എവിടെയാണ് കൊണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയാം. അതിൽ വേറെ ആരും കൈകടത്തണ്ട. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇല്ല, ഞാൻ അച്ഛനോട് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ലോക്കൽ ഗാർഡിയൻ. എന്നിട്ട് അലീന താഴേക്ക് പോയി. താഴെ വന്നപ്പോൾ കൃഷ്ണമോളും ബബിതയും അലീനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്താണ് പറഞ്ഞതെന്നറിയാൻ ഒരാകാംക്ഷയോടെ നിൽക്കുകയാണ്. അച്ഛൻ അലീന ചേച്ചിയെ കൊണ്ടാക്കാനുള്ള സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. കൃഷ്ണയ്ക്കും ബബിതയ്ക്കും നല്ല വിഷമമുണ്ട്. ഇത് സ്വയം വരുത്തി വെച്ചതല്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബബിത തിരിച്ച് കയറിപ്പോയി. രാത്രി എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ അലീന ചേച്ചി എവിടെയാണ് കൊണ്ടാക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറഞ്ഞു, കുളത്തൂപ്പുഴ ഒരു വീട്ടിലാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബബിത പറയുകയാണ്, അച്ഛനും കൂടി ഇതിനെന്തിനാണ് കൂട്ടു നിൽക്കുന്നത്? അച്ഛൻ വേറെ ജോലി ശരിയാക്കുന്നത് കൊണ്ടല്ലേ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് നിൽക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, എനിക്ക് അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ അവൾ പോകണമെന്ന് വാശി പിടിക്കുമ്പോൾ അവളെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അവളുടെ സുരക്ഷയെ കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ്, ഇവിടെ നിൽക്കുമ്പോൾ അലീന ചേച്ചിക്ക് പിന്നീട് ഓർമ്മിക്കാൻ വേണ്ടി നല്ല ഒരു കാര്യം പോലും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഞാൻ ഇവരോട് പറയുകയായിരുന്നു. അപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ ഇനി എന്തിനാണ് പറയുന്നത്? കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. ഒരാൾ തെറ്റ് സമ്മതിച്ച് കുറ്റമായിട്ട് പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കുത്തി പറയേണ്ട ഒരു കാര്യവും ഇല്ല. ഒരാൾ നമ്മളെ വേദനിപ്പിച്ചാൽ അത് നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. മനസ്സിനേറ്റ മുറിവല്ലേ, ഒരിക്കലും മറക്കാൻ കഴിയില്ല. പക്ഷേ ആ മുറിവിന് മേൽ മരുന്ന് പുരട്ടി തരികയും താലോലിക്കുകയും ചെയ്താൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. അതൊരിക്കലും ആരും മറക്കില്ല എന്ന് പറഞ്ഞു. അലീന പോകുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. രാത്രി അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. അലീനയുടെ കോൾ വന്നപ്പോൾ മനു പറയുകയാണ്, ഇപ്പോഴെങ്കിലും വിളിച്ചല്ലോ. അത് മനുവേട്ട ഇന്ന് നല്ല തിരക്കായിരുന്നു. 3 ദിവസം കൊണ്ട് വീട് അടച്ചിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഒരുപാട് പണിയുണ്ടായിരുന്നു. ക്ലീനിങ്ങും വാഷിങ്ങും പിന്നെ കുക്കിങ്ങും ഒരുപാട് പണിയുണ്ടായിരുന്നു. ഇപ്പോഴാണ് ജോലിയൊക്കെ തീർന്നതെന്ന് പറഞ്ഞു. അങ്കിൾ പോയ കാര്യമൊക്കെ എന്തായെന്ന് പറഞ്ഞോന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ വേറൊന്നും പറഞ്ഞില്ല. കുളത്തൂപ്പുഴ ഒരു വീട്ടിൽ എനിക്ക് ജോലി ശരിയാക്കിയിട്ടുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്കിൾ ഗംഗാധരൻ അങ്കിളിനെ കാണാൻ പോയ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇല്ല, അതൊന്നും അച്ഛൻ പറഞ്ഞില്ല. അലീന ഇവിടുന്ന് പോയാൽ എല്ലാ രഹസ്യവും വൈജ ആൻറ്റിയോട് പറയുമെന്നാണ് ബാലേന്ദ്രൻ അങ്കിൾ പറയുന്നത്. അതുകൊണ്ട് അലീനയെ പോകാതെ പിടിച്ചു നിർത്താനാണ് ഗംഗാധരൻ അങ്കിൾ വന്നിരിക്കുന്നത്. എന്തായാലും പോയല്ലേ പറ്റുള്ളൂ മനുവേട്ട. ഞാൻ പോയില്ലെങ്കിൽ മാഡം വാടക വീട്ടിലോട്ട് മാറും, പിന്നീട് ഡിവോഴ്സിനും പോകും. അതുകൊണ്ട് ഞാൻ പോയാലല്ലേ പറ്റുള്ളൂ. എന്നായാലും എനിക്ക് പോകണ്ടേ. അലീന പോകുമ്പോൾ വൈജ ആൻറ്റി തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ ബാലേന്ദ്രൻ അങ്കിൾ എല്ലാ കാര്യവും തുറന്നു പറയും. അതിനേക്കാൾ നല്ലത് നീ പോകാതിരിക്കുന്നതല്ലേ. നീ വരുന്നത് പോലെ വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് അലീന പറഞ്ഞു. മനു ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ ശിവേട്ടനും ഗംഗാധര മേനോനും കൂടി വന്ന് പറയുകയാണ്, നമുക്ക് ബാലേന്ദ്രനെ ഒന്ന് കാണാൻ പോകാം. എന്താണ് തീരുമാനമെന്ന് അറിയാമല്ലോ. സ്റ്റാലിനെ കണ്ടോ, അലീനയെ അയാൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചോ എന്നൊക്കെ നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. നീയും കൂടെ വരണമെന്ന് മനുവിനോട് പറഞ്ഞു. മനു വരാമെന്ന് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ ബബിത കോളേജിൽ പോകാനായിട്ട് ഒരുങ്ങിയിറങ്ങി പോവുകയാണ്. അലീന പുറകെ വന്ന് ചോറ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബബിത പോയിട്ട് തിരിച്ചു വന്ന് സ്നേഹത്തോടെ അലീനയുടെ കവിളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്. നല്ലൊരു സീനായിരുന്നു അത്. ഇതെന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് ബബിത പോവുകയാണ്. അലീന ചിരിച്ചുകൊണ്ട് ബബിത തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് മനു കാർ ഓടിച്ച് വരുന്നത്. ശിവേട്ടനും ഗംഗാധര മേനോനും കാറിലുണ്ടായിരുന്നു. അവരകത്തേക്ക് കയറി വന്നു. അലീനയോട് ഗംഗാധര മേനോൻ പറയുകയാണ്, നീ ഇവിടുന്ന് പോകുന്നതെന്നറിഞ്ഞു. എനിക്ക് നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു.